നമസ്കാരം. ഒരു കാലത്ത് ഡൽഹിയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മറിച്ചെഴുതിയ പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. 2011 രാജ്യത്തെ നടുക്കിയ അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ ജനകീയ പ്രക്ഷോഭത്തിന്റെ തെരുവുകളിൽ നിന്നാണ് ഈ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ വിത്ത് മുളച്ചത്. അധികാരത്തിനെതിരെ ജനങ്ങൾ നേരിട്ടുയർന്ന ആ സമരതരംഗം പിന്നീട് രാഷ്ട്രീയ ശക്തിയായി രൂപം കൊണ്ടപ്പോൾ സാധാരണ മനുഷ്യന്റെ സർക്കാർ എന്ന മുദ്രാവാക്യവുമായി AAP ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നു. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായി ഉയർന്ന ഈ പാർട്ടി അധികാരത്തിന്റെ മുകളിലെത്തിയതോടെ പരമ്പരാഗത രാഷ്ട്രീയത്തിന് ഒരു പകരമായ മോഡലായി അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഭരണവിജയങ്ങളും വിവാദങ്ങളും അന്വേഷണങ്ങളും അറസ്റ്റ് നടപടികളും കോടതി മുറികളുമൊക്കെ കടന്നുപോയ ശേഷമാണ് ഇന്ന് ആ യാത്ര വീണ്ടും പുതിയ ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെ 21 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഡൽഹി കോടതിയുടെ പുതിയ വിധിയെത്തിയതും AAPയുടെ രാഷ്ട്രീയ യാത്ര വീണ്ടും ദേശീയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു പുതിയ വഴിത്തിരിവ്. മദ്യനയ അഴിമതി കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആം ആദ്മി പാർട്ടി കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും രംഗത്തെത്തിയത്. തന്നെയും AAP നേതാവ് മനീഷ് സിസോദിയ ഉൾപ്പെടെ 23 പേരെയും കോടതി കുറ്റവിമുക്തരാക്കിയതിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണത്തെക്കുറിച്ച് ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോഴായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് നാണമില്ലാത്തതാണ് എന്ന് കെജ്രിവാൾ തുറന്നടിച്ചത്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും മറ്റ് AAP നേതാക്കൾക്കും ഡൽഹിയിലെ റോസ് അവന്യൂസ് കോടതി നൽകിയ ഇളവിനെ കുറിച്ചായിരുന്നു കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്റെ പാർട്ടിയിലെ നേതാക്കൾ ജയിലിലേക്ക് പോകേണ്ടി വന്നുവെന്നും പക്ഷേ കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തിലെ നേതാക്കൾ ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്ന കെജ്രിവാൾ ശക്തമായി തിരിച്ചടിച്ചു. നേരത്തെ ഗുജറാത്ത്, പഞ്ചാബ് തെരഞ്ഞെടുപ്പുകളിൽ മനസ്സിൽ വെച്ചാണ് കെജ്രിവാളിനെയും സിസോദിയയും കുറ്റവിമുക്തരാക്കി എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടി വക്താവ് പവൻ ഖേരയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ എന്നിവരെയും മറ്റ് 21 പേരെയും തെളിവുകളുടെ അഭാവത്തിലാണ് ഡൽഹി കോടതി കുറ്റവിമുക്തരാക്കിയത്. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക സന്ധിയിലായിരുന്നു ഇത് എന്നും കെജ്രിവാൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അഴിമതിയുടെ കറപുരണ്ട വിവാദങ്ങളെയും നിയമ പോരാട്ടങ്ങളെയും അതിജീവിച്ച് കുറ്റവിമുക്തനാക്കി പുറത്തു വന്നപ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും ചൂടുപിടിക്കുകയാണ്. താൻ പടുത്തുയർത്തിയ രാഷ്ട്രീയ നൈതികത വീണ്ടെടുക്കാൻ കെജ്രിവാളിന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും AAPയുടെ അടുത്ത ചുവടുവയ്പ്പുകൾ. എങ്കിലും ഏവരും ഉറ്റുനോക്കുന്നത് ആ വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. വിവാദങ്ങളുടെ കൊടുങ്കാറ്റിലും നിയമക്കുരുക്കിലും തളരാതെ നിന്ന സാധാരണക്കാരൻ തന്റെ കോട്ടയായ ഡൽഹി വീണ്ടും കീഴടക്കി ദേശീയ രാഷ്ട്രീയത്തിലെ സുൽത്താനായി തിരിച്ചു വരുമോ? അതോ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ പുതിയ കാലത്ത് കെജ്രിവാളിന് തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനാകാതെ പോകുമോ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ നിശ്ചയിക്കുമെന്നതാണ്.